നമസ്കാരം. ഞങ്ങൾ ഇറാനി റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ്. ഇതെൻ്റെ ചേട്ടൻ കബീർ, ഇതൊരു ഒരു ചേട്ടൻ അബ്ബാസ്, ഞാൻ അനിയനാണ് മാഹി. ഞങ്ങൾ 10-30 വർഷമായി ഹോട്ടൽ ഫീൽഡാണ്. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫാസ്റ്റ് ഫുഡിൽ തുടങ്ങിയ ബിസിനസ് സംരംഭമാണ്. ഇപ്പോൾ ഏകദേശം 17ാമത്തെ ഷോപ്പാണ് ഇവിടെ കാട്ടാക്കട. ഞങ്ങൾ ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ട് വന്നതാണ്. അന്നിപ്പം ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു സംരംഭം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും ഇനി വേണ്ടത്. ഞങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. ഇനി നിങ്ങളെ സപ്പോർട്ട് ഇവിടെ മറ്റുള്ള സഹോദരങ്ങൾ കൊടുക്കും പോലെ നല്ല ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഈ ഒരു ബിസിനസ്. ഒരുപാട് പേരുടെ ജീവിതമാണ്. ഏകദേശം 10-800ഓളം സ്റ്റാഫിന് മേളിലുണ്ട്. ഒരുപാട് പേരുടെ ജീവിതമാണ്. എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിലേ ഈ ബിസിനസ് സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നിങ്ങളെയും പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഉണ്ടെങ്കിലേ അത് സാധ്യമാവുള്ളൂ. എല്ലാവരെയും പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 10-35 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ വർക്കേഴ്സായിട്ട് നിന്നിട്ട് നമ്മൾ ഈ സ്ഥാപനമായിട്ട് ഹോട്ടൽ ഫീൽഡിലേക്ക് വന്ന് ഹോട്ടൽ ചെയ്തു തുടങ്ങി. ആദ്യം തട്ടുകടയിൽ തുടങ്ങി. ഇപ്പം പറഞ്ഞതുപോലെ 17ാമത്തെ സ്ഥാപനമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഈ കാട്ടാക്കട എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ സ്വന്തം സ്ഥലം കൂടിയാണ്. നമ്മൾ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ പറണ്ടോടാണ്. അപ്പോൾ പറണ്ടോടുകാർക്ക് ആരനാട് ഈ ഭാഗങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും വന്ന് സിറ്റിയിൽ പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ വളരെ അടുത്ത് വന്ന് പിന്നെ അവിടത്തേനേക്കാളും കുറച്ചുകൂടി സ്പെഷ്യാലിറ്റികൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും വന്ന് ഇത് കാണുക. ഒരുപാട് സ്പെഷ്യാലിറ്റികൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പാർട്ടി പരിപാടികളൊക്കെ നടത്താനുള്ള ഹാൾ സെറ്റപ്പ് ഉണ്ട്. പിന്നെ കാറ്ററിങ്ങിൻ്റെ വർക്കുകൾ, ഒരുപാട് വർക്കുകൾ നമ്മളടുത്ത് ചെയ്യുന്നുണ്ട്. പല ചാനലുകളിൽ നമ്മൾ കാറ്ററിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രമോദ്. കാട്ടാക്കട നിവാസികൾക്ക് നമസ്കാരം. ഇറാനിയുടെ ഓണറാണ്. ഒരു 10-35 വർഷം കൊണ്ട് ഒരു തട്ടുകടയിൽ നിന്നും ഒരു രൂപം കണ്ട ഒരു ഇറാനി റെസ്റ്റോറൻറ്റ് കാട്ടാക്കടയിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഓൾവേസ് വെൽക്കം. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നമ്മളോട് സഹകരിക്കുന്നോ അത്രത്തോളം ഞങ്ങൾ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും രുചി ചേർന്ന മന്തിയും വിഭവങ്ങളുമായി ഞങ്ങൾ കാട്ടാക്കടയിൽ 17ാമത്തെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്ന് അത് രുചിച്ച് നോക്കണം. അത് നിങ്ങളുടെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾക്ക് എല്ലാവരും ഈ കാട്ടാക്കട നിവാസികൾ കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇറാനിൽ നിന്നാണ് കഴിക്കുന്നത്. അത് കണ്ട് ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഞാൻ ഇറാനി നിങ്ങൾക്ക് വേണ്ടിയതായി കാട്ടാക്കട സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് അത് കഴിച്ചു നോക്കണം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം. ബാക്കിയുള്ള എൻ്റെ ഏട്ടനും ബാക്കിയുള്ള എൻ്റെ അനിയനും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഒരുപാട് ടൈപ്പ് ഓഫ് ഡൈനിങ് സ്പേസിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കുറേ കാണുന്നത് ഓപ്പൺ ഡൈനിങ് ആണ്. നാടൻ ഫുഡും ഉച്ചയ്ക്ക് സദ്യയും ഊണും എല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, ലൈവായിട്ട് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഫ്ലോറിൽ AC ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മജ്ലിസ്, ഇപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ചെയ്യണമെങ്കിൽ മജ്ലിസ് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന മജ്ലിസ് ഉണ്ട്. ചെറിയൊരു കോൺഫറൻസ് ആണെങ്കിൽ കോൺഫറൻസ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിൽ അതിനുള്ള പിന്നെ ക്രിസ്മസിന് മുന്നേ തന്നെ ഇവിടുത്തെ കുട്ടികൾക്കും അതേപോലെ തന്നെ യുവജനങ്ങൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ മേലൊരു ചെറിയൊരു കിഡ്സ് പാർക്ക് ചെയ്യുന്നുണ്ട്. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു 3-4 മാസത്തിനകത്ത് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യുന്നതാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു 100-ന് മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഏരിയ ഓപ്പണാണ്. ഒരുവിധം നാട്ടുകാർക്ക് ആവശ്യമായ ഒരുവിധം എല്ലാ സെറ്റിങ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്.